ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് കറിവേപ്പില അല്ലെങ്കിൽ കരിയാപ്പില ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് കറിവേപ്പില ധാരാളം കിട്ടുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് ഒരു മാസമെങ്കിലും ഒന്നല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഈ പറയുന്നത് നിങ്ങളും ട്രൈ ചെയ്യണം. ഏകദേശം നമ്മൾ പച്ചമുളകിൻ്റെ പറഞ്ഞതിൻ്റെ ഏകദേശം അതേ കൂട്ട് തന്നെയാണിതും. കറിവേപ്പില മേടിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകി ഒരു കോട്ടൺ തുണിയുടെ മുകളിലോ അല്ലെങ്കിൽ കോട്ടൺ ടവലിൻ്റെ മുകളിലോ നന്നായിട്ട് വിതറിയിടുക. ഫാനിൻ്റെ കീഴിലാണെങ്കിൽ ഏറ്റവും നല്ലത്. തണ്ടോട് കൂടി വേണമെങ്കിൽ ഇടാം, തണ്ട് മാറ്റിയിട്ട് ഉതിർത്ത് വേണമെങ്കിലും ഇടാം. ഞാൻ പക്ഷേ തണ്ടോടാണ് വെക്കുന്നത്. കുറച്ചുകൂടെ ഫ്രഷായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് തണ്ടോടെ വെക്കുന്നത്. അല്ലാതെ തണ്ട് മാറ്റി ഓരോ ഇലയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് നല്ല പോലെ വെള്ളം മാറ്റിയെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഈർപ്പം ഉണ്ടെങ്കിൽ ഇത് അളിഞ്ഞു പോവും. അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഈ തുണിയുടെ കോട്ടൺ തുണിയുടെ മുകളിലാകുമ്പോൾ വെള്ളം പെട്ടെന്നത് ഡ്രൈ ആയിട്ട് കിട്ടും. ഫാനിൻ്റെ കീഴിൽ വെച്ചാൽ മതി. ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നല്ല പ്ലാസ്റ്റിക് കവറിലോ വായു കയറാത്ത ഡബ്ബയിലോ കുപ്പിയുടെ ഗ്ലാസ് കുപ്പിയിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ എന്തായാലും എങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷേ വായു കയറരുതെന്നും മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം, വീണ്ടും അതുപോലെ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്യണം. കാരണം നാട്ടിലുള്ളവർക്കാണെങ്കിൽ പറമ്പിലോട്ട് പോയി അന്നേരം ഓടിച്ചെടുത്താൽ മതി. നമ്മൾ ഈ കേരളം വിട്ടവർക്ക് ഇത് വളരെ ഉപയോഗപ്രദമാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇത് കമൻ്റ് ഇടുക. കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.